പോകുന്ന വഴിയിൽ ആന പിണ്ടമാണതുള്ളത്. അപ്പം ഇത് 2 ദിവസത്തെ പഴക്കമുണ്ട്. ഇത് നമ്മൾ നേരിൽ ഫ്രഷ് ആനപ്പിണ്ടം കണ്ടായിരുന്നു. അപ്പം നമ്മൾ പോകുന്ന വഴിയിൽ കണ്ട ഇതുപോലെ ഒരുപാട് ബോർഡുകളാണ്. അപ്പം നമ്മൾ പോകുന്ന വഴികളെല്ലാം ഇതുപോലെ ഓരോ ക്ഷേത്രങ്ങളുണ്ട്. അപ്പോൾ ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്നിപ്പോൾ യാത്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ പത്തനംതിട്ട ജില്ലയിലാണ് ഇപ്പോൾ ഉള്ളത്. പത്തനംതിട്ടയിൽ നിന്ന് നമ്മൾ നേരെ ഇനി അച്ചൻകോവിലേക്ക് പോകണം. അപ്പോൾ കേരളത്തിൽ തന്നെ ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് നമ്മളിന്ന് പോകാൻ പോകുന്ന അച്ചൻകോവിൽ പാതയിലേക്ക്. അതായത് പത്തനംതിട്ടയിൽ നിന്ന് കോന്നി വഴിയാണ് നമ്മൾ നേരെ അച്ചൻകോവിലേക്ക് പോകുന്നത്. അപ്പോൾ തിരുവനന്തപുരം, കൊല്ലം എന്നിവിടെ നിന്നുള്ളവർക്കൊക്കെ സാധാരണ നമ്മൾ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ പുനലൂരിൽ നിന്ന് അലിമുക്ക് വഴി അച്ചൻകോവിൽ നേരെ തെങ്കാശിയാണ്. പക്ഷേ ഇന്ന് നമ്മളൊരു വ്യത്യസ്തമായിട്ടുള്ള യാത്രയാണ്. നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ പത്തനാപുരത്ത് നിന്ന് നേരെ നമ്മൾ ഒരു 3-4 കിലോമീറ്റർ കഴിയുമ്പോൾ കൊല്ലംപടി എന്ന സ്ഥലത്തെത്തും. അപ്പോൾ കൊല്ലംപടി എന്ന സ്ഥലത്തു നിന്നാണ് നമ്മൾ പിന്നെ അകത്തേക്ക് വനത്തിനകത്തൂടെയുള്ള യാത്രയാണ്. അപ്പം പോകുന്ന വഴിക്ക് നമുക്ക് ഒരു ക്ഷേത്രമുണ്ട്, ഫേമസ് ആയിട്ടുള്ള കല്ലേലി ഊരാളി അപ്പൂപ്പൻ കാവ്. അപ്പം ആ ക്ഷേത്രത്തിൻ്റെ അടുത്തൂടെയൊക്കെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഒരു വട്ടമെങ്കിലും ഒന്ന് നമ്മൾ പോകേണ്ട ഒരു സ്ഥലം കൂടിയാണ് നമ്മളിപ്പം പോകാൻ പോകുന്ന ഈ അച്ചൻകോവിലേക്കുള്ള യാത്ര. അതായത് കോന്നി വഴി അച്ചൻകോവിലേക്കുള്ള യാത്ര. വളരെ ഡേഞ്ചർ ആയിട്ടുള്ള റൂട്ടാണെങ്കിലും കാണാൻ ഒരുപാട് കാഴ്ചകളുണ്ട്. അപ്പം വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കാണുക. നമ്മൾ പോകുന്ന വഴിയിലെ വിശേഷങ്ങളും കാഴ്ചകളും എല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പം പത്തനാപുരം കഴിഞ്ഞിട്ട് നമ്മളിനി നേരെ കോന്നി ആ റൂട്ടിലോട്ട് പോകണം. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ കൊല്ലംപടി എന്നാണ് നമ്മൾ അകത്തേക്ക് പോകാനുള്ളത്. അപ്പം നമ്മൾ ഇപ്പം കോന്നി റൂട്ടിലോട്ടാണ് പോകുന്നത്. അപ്പം ഇനി ഫുള്ള് കാടിനകത്തൂടെയാണ് നമ്മളെ യാത്ര പോകുന്നത്. അപ്പോൾ നേരെ നമ്മളിനി കോന്നിയിലേക്ക് ആ റൂട്ടിലോട്ട് പോകുന്നത്. പക്ഷേ നമ്മൾ കോന്നി എത്തണ്ട, അതിനുമുമ്പേ നമ്മൾ കട്ട് ചെയ്ത് വേറെ അച്ചൻകോവിൽ റൂട്ടിലേക്ക് പോകുന്നതാണ്. ഞാൻ സംസാരിക്കാൻ കേൾക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ബൈക്കിനാണ് എങ്ങനെ നിർത്താൻ ശ്രമിച്ചാലും ഒരുപാട് സമയം ലേറ്റായിരുന്നു. അപ്പോൾ നമ്മൾ ഒരുപാട് ലേറ്റായി കഴിഞ്ഞാൽ നമുക്ക് അകത്തേക്ക് പോകാൻ പറ്റില്ല. കോന്നിയിലേക്ക് പോകുന്ന ബസ്സൊക്കെ നമുക്ക് കാണാൻ പിറകിൽ. അപ്പം നമ്മളിങ്ങനെ റൂട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഫുള്ള് ചെറിയ റൂട്ടിലൂടെ നമ്മൾക്കുള്ള യാത്രകൾ കൂടുതലും. കുറേ കൂടെ അകത്തേക്ക് വരുമ്പോൾ പിന്നെ ഫുള്ള് ഫോറസ്റ്റ് ആവും. നേരെ ഫോറസ്റ്റിലൊക്കെയാണ്, ഫോറസ്റ്റിനകത്തൂടെയാണ് പിന്നെ നമ്മുടെ യാത്ര വരുന്നത്. നമ്മളിപ്പോൾ വൈകുന്നേരം ഒരുപാടായി, അതുകൊണ്ട് നമ്മളെങ്കിലും ഒരുപാട് സമയം നിർത്താതെ ഇങ്ങനെ കണ്ടിന്യൂ വണ്ടി ഓടിച്ച് പോകുന്നത്. നമ്മൾ ഈ പത്തനംതിട്ടയൊക്കെ റൂട്ടിലോട്ടൊക്കെ കൂടുതൽ വരുമ്പോൾ നമുക്ക് എപ്പോഴും കാണാൻ പറ്റും. നമ്മൾ മെയിനായിട്ടൂടെ റബ്ബർ കൃഷി ആയിരിക്കും. പക്ഷേ അതിനിടയ്ക്ക് തന്നെ നമുക്ക് പുറത്തിച്ചക്ക, അതായത് പുറത്തിച്ചക്ക പൈനാപ്പിൾ കൃഷി ചെയ്യണത് കാണാൻ പറ്റും. അപ്പോൾ വെച്ച് കഴിഞ്ഞാൽ ഒരു റബ്ബർ തോട്ടത്തിൽ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇതും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളിപ്പോൾ കോന്നി റിസർവ് ഫോറസ്റ്റിൻ്റെ ബോർഡ് കാണുന്നുണ്ട്. അപ്പോൾ നേരെ അച്ചൻകോവിൽ. അപ്പം നമ്മൾ പോകുന്ന വഴികളെല്ലാം ഇതുപോലെ ഓരോ ക്ഷേത്രങ്ങളുണ്ട്. അപ്പോൾ ക്ഷേത്രത്തിലേക്ക് വരണമെന്ന് പറയണം ഇപ്പം നമ്മൾ അകത്തേക്ക് വന്നേക്കുന്നത്. അപ്പോൾ അതുപോലെ ഒരുപാട് സ്ഥലമാണ്. ഇപ്പോൾ ഇത് ശിവ ചാമുണ്ഡി ക്ഷേത്രം. അപ്പോൾ ഇവിടെ നിന്ന് വീണ്ടും നമ്മൾ അകത്തേക്ക് പോകുമ്പോൾ കല്ലേരി ക്ഷേത്രം. അപ്പം കല്ലേരി ക്ഷേത്രം ലക്ഷ്യം വെച്ചാണ് നമ്മൾ പോകുന്നത്. അവിടെ നിന്ന് നമ്മൾ പിന്നെ അച്ചൻകോവിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. അപ്പം നല്ല ഒരു എന്താ പറയുക വനപാതയാണിത് അല്ലേ? അടിപൊളിയായിരുന്നത്. നല്ല റോഡ് ടാറൊക്കെ ചെയ്ത് നല്ല വൃത്തിയായിട്ട് വനത്തിനകത്തൂടെ നമുക്കിങ്ങനെ പോകാൻ പറ്റി, അതിമനോഹരമായിട്ട്. അപ്പം നമ്മൾ ഒരു സ്ഥലത്ത് വെച്ച മാന കണ്ട് നമുക്ക് ക്യാമറ എടുക്കാൻ പറ്റിയില്ല. പെട്ടെന്ന് അത് പോയി അകത്തേക്ക് പോയി വനത്തിനകത്തേക്ക്. അപ്പം നല്ല മനോഹരമായിട്ടുള്ള സ്ഥലമാണിത്. അപ്പോൾ നമ്മളിപ്പം കല്ലേരി ക്ഷേത്രത്തിലാണുള്ളത്. അപ്പം ക്ഷേത്രത്തിലകത്ത് അടിപൊളി എന്നാണ് നമ്മളെ ദിനോണം പറഞ്ഞേക്കുന്നത്. അപ്പം നമ്മൾ നേരെ ഇനി അകത്തേക്ക് പോകണം. അപ്പം നമ്മളവിടെ ഒന്ന് ജസ്റ്റ് കാലും കൈയൊക്കെ കഴുകി ഫ്രഷായിട്ട് നമ്മളിനി അകത്തേക്ക് പോവുകയാണ്. അപ്പം നമ്മൾ 6 പേരുണ്ട്. ഞാനുണ്ട്, കണ്ണൻ ചേട്ടനുണ്ട്, നമ്മളെ രാഹുലുണ്ട്, ജുനൈദുണ്ട്. അപ്പം ആരുടെ ഫ്രണ്ട് നമ്മളെ വിനീതണ്ണൻ, ദിനുണ്ണനുണ്ട്. അപ്പം നമ്മളിപ്പോൾ ഉള്ളത് കല്ലേരി ഊരാളി അപ്പൂപ്പൻ കാവ്. അപ്പോൾ അവിടെയാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പം ഇത് പത്തനംതിട്ടയിലാണ്. അപ്പോൾ അകത്തേക്ക് ക്യാമറ പ്രവേശനമില്ല, അതുകൊണ്ട് അകത്തൊത്ത വീഡിയോ നമ്മൾ എടുത്തിട്ടില്ല. അകത്ത് അടിപൊളിയാണ് കാണാനും. പിന്നെ അകത്ത് ഒരുപാട് എന്താ പറയുക ചെറിയ രീതിയിലുള്ള കാവുകളാണ്. അപ്പോൾ അതൊക്കെ അകത്തൊക്കെ ഭയങ്കര രസമാണ് കാണാൻ. അപ്പോൾ അകത്തോട്ട് ക്യാമറ അനുവദിക്കുന്നില്ല, അതുകൊണ്ട് നമ്മൾ അകത്ത വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ നമ്മളിവിടുന്ന് ചെറിയൊരു പായസമൊക്കെ വാങ്ങിച്ച് ഉണ്ണിയപ്പമൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ വീണ്ടും പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നേരെ ഇനി നമ്മൾ ഈ റൂട്ട് നേരെ ഇനി നമ്മൾ അച്ചൻകോവിലേക്കാണ് പോകുന്നത്. പിന്നെ കാടിനകത്തൂടെ ഉള്ള യാത്രയാണ്.
അപ്പോൾ നമ്മൾ ഒരുപാട് വൈകിയതുകൊണ്ട് തന്നെ നമ്മൾ ഇടയ്ക്ക് കുറേ ഭാഗത്ത് നമ്മൾ വീഡിയോ എടുക്കാനൊന്നും ഇറങ്ങിയിട്ടില്ല. അപ്പം കാടിനകത്തൂടെ ഇനി അങ്ങോട്ടാണ് കാട് ശരിക്ക് കാടിനകത്തേക്ക് പോകാനുള്ളത്. അപ്പം അങ്ങോട്ടാണ് ഇനി കാണാനുള്ളത് കൂടുതൽ. അപ്പം ക്ഷേത്രത്തിൽ പറഞ്ഞവരാണ് കൂടുതലും ഇവിടെ ഉള്ളത്. ചെറിയൊരു കാവലട. പിന്നെ ഇവിടെ എന്തൊരു നേർച്ചയായിട്ട് എന്തൊക്കെയാണ് മറ്റേ കോഴി, ആട്, പശു അങ്ങനെ നേർച്ചയായി കൊടുക്കുന്നുണ്ട്. ഇപ്പം ശബരിമല സീസൺ ആയതുകൊണ്ടാണ് നല്ല തിരക്കുണ്ട് ഇവിടെ. അപ്പോൾ വൈകുന്നേരം രാത്രിയൊക്കെ നല്ല രസമായിരിക്കും കാണാൻ. നമുക്ക് വിളക്കുകളൊക്കെ ഒരുപാട് കത്തിച്ച് അത് വെട്ടമോ കാര്യങ്ങളൊന്നുമില്ല, എല്ലാം വിളക്കിൻ്റെ ആ പ്രകാശമാണ്. അപ്പോൾ നമുക്ക് ക്യാമറ അകത്തോട്ട് വീട്ടിലൊക്കെ അകത്ത് ക്യാമറ ഉപയോഗിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ അകത്ത് വീഡിയോ എടുക്കാത്തത്. അപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി ഒരു പായസമൊക്കെ വാങ്ങിച്ച് പോകുന്ന വഴിക്ക് കുടിക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ പോവുകയാണ്. അപ്പം ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട്, ഞാൻ പത്തനംതിട്ട നിന്നൊക്കെയുള്ള ബെസ്റ്റ് ടൈമൊക്കെ ഞാൻ എഴുതി അവിടെ കാണിക്കാമെന്നുണ്ട്. എന്തായാലും നമ്മൾ വാങ്ങിച്ചു വെച്ച പായസം പോണ വഴി കഴിക്കാമെന്ന് വിചാരിച്ചാണ്. പക്ഷേ പായസത്തിൻ്റെ ആ മണമൊക്കെ അടിച്ചപ്പം പിന്നെ ഇവിടെ നിന്ന് തന്നെ കഴിച്ചിട്ട് അങ്ങ് പോകാനുള്ള തീരുമാനമായി. ആ പായസമൊക്കെ കഴിച്ചിട്ട് ഇനി അടുത്ത യാത്രയിലേക്ക് പോവുകയാണ്. ഇപ്പോൾ നമ്മൾ പോകുന്ന വഴിയിൽ കണ്ട ഇതുപോലെ ഒരുപാട് ബോർഡുകളാണ്. എലിഫൻറ്റ് ക്രോസിങ്, വൈൽഡ് ആനിമൽസ് ക്രോസിങ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് എന്താ പറയുക സൈൻ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം വളരെ റിസ്ക് പിടിച്ച ഒരു യാത്രയാണിത്. പക്ഷേ ഇപ്പം എന്താ ശബരിമല സീസൺ ആയതുകൊണ്ട് ഇവിടെ നിന്ന് അച്ചൻകോവിൽ ക്ഷേത്രത്തിലേക്ക്, പത്തനംതിട്ടയിൽ നിന്ന് അച്ചൻകോവിൽ ക്ഷേത്രത്തിലേക്ക്, അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരുപാട് വണ്ടികളും പോകുന്നുണ്ട്. അപ്പം നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ നേരത്തെ നമ്മൾ വിചാരിച്ച നല്ല റോഡാണ്. ആ റോഡ് വേറെ റൂട്ടിലോട്ടേക്കാണ് പോകുന്നത്. അപ്പം നമ്മളിനി പോകാൻ പോകുന്നത് ഇതുപോലെ ഓഫ് റോഡൊക്കെയാണ്. ഫുള്ള് റോഡ് പൂർണ്ണമായിട്ട് എന്താ പറയുക നശിച്ച് കിടക്കുന്ന ഒരു റോഡിലൂടെയാണ് നമ്മൾ പോകുന്നത്. പക്ഷേ കറക്റ്റ് എന്താ പറയുക പഴയ കാറിൻ്റെ മെറ്റിൽ ഇളകി കിടക്കുന്നത്. അകത്തോട്ട് പോകുമ്പോൾ ദിനോണം കൂടെ മുമ്പ് ഇതിലെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പുള്ളി പറഞ്ഞാൽ അകത്തോട്ട് പോകുമ്പോൾ ഇതുപോലും കാണില്ല, ഫുള്ള് ഓഫ് റോഡിങ് ആയിരിക്കും. അപ്പം എന്തായാലും ഇതിനകത്ത് ആന കാണുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെ, ആനയും കാണും, എന്തെങ്കിലും വന്യജീവികൾ കാണുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെ നമ്മൾ പോകുന്നത്. റിസ്ക് എടുത്ത് നമ്മൾ അകത്തേക്ക് പോവുകയാണ്. അപ്പം ഇനി എന്തായാലും നമ്മൾ ഒരുമിച്ച് 3 വണ്ടി ഒരുമിച്ച് പോകാനുള്ള സെറ്റപ്പിലാണ്. അപ്പോൾ അവർ പിറകെ വരുന്നുണ്ട്. അപ്പം നേരത്തെ കണ്ട ആ ലുക്കേ അങ്ങ് മാറി. സ്ഥലത്തിൻ്റെ ഫുള്ള് വനമായിട്ടുണ്ട്. 2 സൈഡിലും നല്ല ഇടതൂർന്ന കാട്. അപ്പോൾ നമ്മളെ എപ്പോഴും കാണുന്ന കണക്കത്തെ പ്ലാന്റേഷൻ വനമല്ല, കറക്റ്റ് റിസർവ് ഫോറസ്റ്റാണിത്. ഇത് പത്തനംതിട്ടയിലാണ് ഇപ്പോൾ ഉള്ളത്. പത്തനംതിട്ട റാന്നി ഡിവിഷനിലുള്ളതാണ്. അപ്പോൾ ഇതിന് അപ്പുറത്തോട്ട് കടക്കുമ്പോഴാണ് നമ്മൾ കൊല്ലം ജില്ലയിലെ അച്ചൻകോവിലേക്ക് എത്തുന്നത്. അപ്പോൾ ഏകദേശം ഈ റൂട്ട് എനിക്ക് പറഞ്ഞ് നമ്മൾ ഗൂഗിൾ മാപ്പിൽ നോക്കുമ്പോൾ 20-30 കിലോമീറ്ററോളം ഇങ്ങനെയുള്ള റോഡാണ് അച്ചൻകോവിലേക്ക്. എന്തായാലും നമ്മൾ റിസ്ക് എടുത്ത് ഈ രാത്രി ഈ കാടിനകത്തൂടെ പോവുകയാണ്. അപ്പം കഴിവതും നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഇതിലെ വരുന്നെങ്കിൽ രാവിലെ വരിക. ഒരുപാട് ഇതുപോലത്തെ ടൈം എടുത്ത് വരാതിരിക്കുക. നമ്മൾ മുമ്പ് അച്ചൻകോവിൽ രാത്രി ഇതുപോലെ യാത്ര ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ റൂട്ട് വീണ്ടും വരുന്നത്. എന്ന് വെച്ചാൽ ഈ റൂട്ടല്ല, അപ്പുറത്തെ റൂട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. ഇത് ഫസ്റ്റ് ടൈമാണ് ഈ റൂട്ട് വേണത്. അപ്പുറത്തെ റൂട്ട് ഇതുപോലെയാണ്. അപ്പം ആ റൂട്ട് നമുക്ക് പരിചയമുള്ളതുകൊണ്ടാണ്, നമ്മൾ വനത്തിനകത്തൂടെ യാത്ര ചെയ്ത് പരിചയമുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ സമയത്ത് ഇതിലേ കൂടെ വരുന്നത്. അപ്പം കഴിവതും നിങ്ങൾ ഇതിനകത്തൂടെ ഈ സമയത്ത് വരാതിരിക്കുക. രാവിലെ തന്നെ ഇതിലെ കണ്ട് വൈകുന്നേരത്തിന് മുമ്പിൽ തന്നെ അച്ചൻകോവിൽ എത്താൻ ശ്രമിക്കുക. അപ്പോൾ നമ്മളിപ്പം ഏകദേശം എത്തുമ്പോൾ എനിക്ക് തോന്നുന്നു അച്ചൻകോവിൽ എത്തുമ്പോൾ നല്ല രാത്രിയാവും, 7 മണിയൊക്കെ ആവുമെന്ന് തോന്നുന്നു. ഇപ്പം പോകുന്ന വഴിയൊക്കെ ഇതൊക്കെയാണ്. ഞാൻ പറയണത് കേൾക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ നമുക്ക് രണ്ടാമത് വീണ്ടും റെക്കോർഡ് ചെയ്യാം, വോയിസ് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിമനോഹരമായിട്ടുള്ള ഒരു എന്താ പറയുക കാടിനകത്തൂടെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത്. ഇപ്പം ഈ സമയത്ത് എന്താ പറയുക, ഇപ്പം ഡിസംബർ, ജനുവരി, ഫെബ്രുവരി ഈ സമയത്തൊക്കെയാണ് ഇതിനകത്തൂടെ മനോഹരമായിട്ടുള്ള യാത്ര നടത്താൻ പറ്റിയ സമയം. അപ്പോൾ ഫുള്ള് വനത്തിനകത്തൂടെ നമ്മൾ പോവുകയാണ്. അപ്പം ഇത് കൃത്യമായിട്ടുള്ള റൂട്ട് ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് പറയാം. ഇപ്പം വോയിസാണ് ചെയ്യുന്നത്. അപ്പം എഡിറ്റിങ്ങിൻ്റെ സമയത്ത് ഞാൻ കൃത്യമായിട്ടുള്ള റൂട്ട് കാര്യങ്ങളെല്ലാം അതിനകത്ത് പറയാം, വീഡിയോയ്ക്കകത്ത് പറയുന്നുണ്ട്. എന്തായാലും നമ്മൾ ഈ റൂട്ടിനകത്തൂടെ പോവുകയാണ്. നോക്കി അങ്ങോട്ടൊക്കെ നോക്കി അടിപൊളി നല്ല ഫുൾ മനസ്സിലായി. ഏകദേശം 5 മണിയായിരുന്നു. പക്ഷേ ഇതിനകത്തൊരു നല്ല ഇരുട്ട് വീണ ഒരു സമയമായിട്ടുണ്ട്. നല്ല ഇരുട്ട് വന്നിട്ടുണ്ട്. ഒരു 6-6:30 മണി ടൈമിൽ. അതുകൊണ്ട് എല്ലാ സ്ഥലത്തും എഴുതിയിട്ടുണ്ട്. ഇത് എന്താ പറയുക
വന പാലകരുടെ നിർദ്ദേശമുണ്ട് എല്ലാ സ്ഥലത്തും. കാട്ടുപോത്ത്, ആന തുടങ്ങിയ വന്യജീവികളുള്ള ഒരു കാടാണ്. നിങ്ങളുടെ റിസ്കിൽ പോവുക എന്നാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഓരോ പോകുന്ന റൂട്ടെല്ലാം ഇനി ടാറ് പോയില്ലടാ, ടാറ് പോയി. ഇനി എനിക്കൊന്ന് നമ്മൾ പോകുന്ന 30 കിലോമീറ്ററും ഇതുപോലെ ആയിരിക്കും. അതുപോലെയാണല്ലോ പണ്ടത്തെ കാലത്ത് നമ്മൾ പോകില്ലേ, അതുപോലത്തെ എന്നിട്ട് ടാറാണ്. അതുപോലെയാണ് ഇപ്പോൾ ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ഫുള്ള് വണ്ടിയിൽ എണ്ണയൊക്കെ ഫില്ല് ചെയ്ത് ഫ്യൂലൊക്കെ ഫില്ല് ചെയ്താണ് ഇങ്ങോട്ട് വന്നത്. എന്ന് വെച്ചാൽ ഒരുപാട് ഇങ്ങനെ വനത്തിനകത്തോട്ടൊക്കെ പോകുമ്പോൾ എന്താണ് നമ്മളെ വണ്ടിയൊക്കെ നല്ല ഇതിൽ കണ്ടീഷനാക്കി വെച്ചിട്ട് വേണം ഇതിനകത്തോട്ട് വരാൻ എൻ്റെ അഭിപ്രായം. പോകുന്ന വഴിയിൽ ആന പിണ്ടമാണതുള്ളത്. അപ്പം ഇത് 2 ദിവസത്തെ പഴക്കമുണ്ട്. ഇത് നമ്മൾ നേരിൽ ഫ്രഷ് ആനപ്പിണ്ടം കണ്ടായിരുന്നു. അപ്പം നമ്മൾ പോവുകയാണ്. അപ്പം നമ്മളിനി എന്തായാലും ഒരുമിച്ചാണ് പോകുന്നത്. അപ്പം എങ്ങനെ ഉണ്ടെന്നാ ഫുൾ കാരണം ഇത്ര പ്രതീക്ഷയില്ലല്ലേ കണ്ണീരങ്ങ് തുടയണ ഇല്ല സംഭവം. നമ്മൾ ഇതിനകത്തൂടെ പോകണമെങ്കിൽ നമുക്ക് പേടിയുണ്ട്. നമ്മൾ പേടിച്ചതിൻ്റെ അകത്തേക്ക് പോകുന്നത് വെച്ചാൽ അത്യാവശ്യം റിസ്ക്കുള്ള റൂട്ടാണ്. പോട്ട് അത്യാവശ്യം റിസ്ക്കുള്ള റൂട്ടാണ്. റോഡ് ക്ലിയർ അല്ല. അതുകൊണ്ട് തന്നെ 30 കിലോമീറ്റർ ഏകദേശം 2 മണിക്കൂറോളം എടുക്കും. എല്ലാവർക്കും പേടിയുണ്ട് കേട്ടോ. അതുകൊണ്ട് എന്തായാലും നമ്മൾ ഫോറസ്റ്റിനകത്തോട്ട് കയറി എന്തായാലും നമ്മൾ തിരിച്ചൊരു പോകുന്നില്ല, നേരെ അച്ചൻകോവിലേക്ക് തന്നെ പോകുന്നത്. അപ്പോൾ നമ്മൾ റിസ്ക് എടുത്ത് അകത്തേക്ക് പോവുകയാണ്. നമ്മൾ 6 പേര് ഒരുമിച്ച് ഒരേ മനസ്സോടെ പോവുകയാണ്. താഴെ ഫുള്ള് അരുവിയും കാര്യങ്ങളൊക്കെയാണ്. ഫുള്ള് ഇറങ്ങി കാണിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. അല്ലെങ്കിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല എങ്ങനെയാണ് താഴത്തെ സിറ്റുവേഷൻ. ഇപ്പോൾ റോഡ് നല്ല ക്ലിയറായി കിടക്കുന്നുണ്ട്. നമ്മളിങ്ങനെ പോവുകയാണ്. മലയാണ് ഇപ്പം പുള്ളിക്കാരൻ മലയാണ്. അപ്പോൾ പുള്ളി അവിടെ നിന്ന് മരത്തിരുന്ന് വിശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ പോണ വഴിക്ക് നമുക്ക് ഇതുപോലെ ഒരുപാട് സംഭവങ്ങൾ കാണാൻ പറ്റും. അപ്പോൾ കുറച്ച് ഭാഗത്ത് എത്തിയപ്പോൾ ഒത്തിരി റോഡ് ബെറ്ററായിട്ടുണ്ട്. നല്ല തണുപ്പ് കേട്ടോ. നമുക്ക് വൈകുന്നേരം 5:30 മണിയായിട്ടുള്ളൂ ഇത്ര നേരമായിട്ട്. അപ്പോൾ ഇതിനകത്ത് നല്ല ഇരുട്ടുണ്ട്. 5:30 മണിയായെങ്കിലും നല്ല ഇരുട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനകത്തൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ഭാഗങ്ങളിലൂടെ കാണുന്ന കാഴ്ചകൾ അടിപൊളിയാണ്. ഓരോ സ്ഥലത്തെത്തുമ്പോഴും ഓരോരോ മരങ്ങളും കാര്യങ്ങളും കാണാം. പിന്നെ നമ്മൾ പറഞ്ഞ വഴിക്ക് ഇപ്പം മലയണ്ണ കണ്ട് അതുപോലെ ഒരുപാട് മൃഗങ്ങളും പക്ഷികളും എല്ലാം ഉള്ളതാണ്. ഇത് വൈൽഡ് ഫോട്ടോഗ്രാഫിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും വരാൻ പറ്റിയ അടിപൊളി മനോഹരമായിട്ടുള്ള റൂട്ടാണ്. കണ്ടോ ചില ഭാഗങ്ങളിലൊക്കെ റോഡ് ഇടിഞ്ഞു പോയി. പിന്നെ നമ്മൾ പ്രത്യേകം പറഞ്ഞാൽ അവിടെ നിന്നൊരു വാഹനമുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ കാറുകളൊക്കെ വരുന്നുണ്ട്. അത്രയേ ഉള്ളൂ. ബൈക്കിൽ വന്നാൽ അത്യാവശ്യം റിസ്ക് ഉണ്ട്. പക്ഷേ ഈ കാറിൽ വരുമ്പോഴും ഇതാണ് പ്രോബ്ലം. എന്ന് വെച്ചാൽ ഒരുപാട് സ്ഥലങ്ങളിൽ റോഡ് വളരെ മോശമാണ്. നല്ല ഹൈറ്റുള്ള വണ്ടി ഇല്ലെങ്കിൽ എല്ലാ വാഹനത്തിനും അടിഭാഗം തട്ടും. അപ്പോൾ ഇടയ്ക്ക് ചില ഭാഗങ്ങളിൽ റോഡ് ഇടിഞ്ഞ് താന്നു പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെയുള്ള കാടിനകത്തൂടെ ഇങ്ങനെയുള്ള ചെറിയ വഴികൾ ചെയ്തിട്ടുണ്ട്. നല്ല ഒരു ചെളി പൂന്തിയ ഒരു വഴിയാണ്. ഇറക്കി നോക്ക്, കുഴപ്പമില്ല, ഇറങ്ങി ഞാൻ പറയില്ല, അത്യാവശ്യം ഓഫ് റോഡും കാര്യങ്ങളെല്ലാം ഉള്ള റോഡാണിത്. വളരെ റിസ്ക് എടുത്താണ് പറഞ്ഞത്. എന്താ ജസ്റ്റ് ഒന്ന് വണ്ടി താന്ന് എന്നുവെച്ചാണ് അവിടെ നിന്ന് നമ്മളിങ്ങനെ ഉണ്ട്. അവിടെ നിൽക്കുന്നുണ്ട്. അപ്പം അവിടെ റോഡ് താന്ന് പോയിട്ടുണ്ട് ആ ഭാഗത്ത്. അപ്പോൾ നമ്മൾ പിന്നെ ഇങ്ങനെയാണ് കയറി വരാനുള്ളത്. ഇപ്പോൾ താൽക്കാലികമായിട്ടൊരു വഴി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇല്ല അപ്പം ഇടയ്ക്ക് ഇതുപോലെ നമ്മൾ പറഞ്ഞ കണക്ക് കുറേ ടീമുകൾ വരുന്നുണ്ട് കാറിലൊക്കെ. അല്ലാതെ ബൈക്കിൽ അങ്ങോട്ട് ഇനി അച്ചൻകോവിലേക്ക് പോകാൻ നമ്മൾ മാത്രമേ ഉള്ളൂ. നമ്മൾ 6 പേര് മാത്രം, 3 ബൈക്കുകൾ മാത്രമേ ഉള്ളൂ. അപ്പം അത്യാവശ്യം റിസ്ക്കുള്ള റൂട്ട് തന്നെയാണിത്. അതാണ് ഞാൻ പറഞ്ഞേക്കണത്. അപ്പം ഇതാണ് ദിനോണ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഈ വഴി നല്ല റിസ്ക്കുള്ള റൂട്ടാണ്. അപ്പോൾ നമ്മൾ ആ റിസ്ക്കൊക്കെ ഏറ്റെടുത്ത് നമ്മൾ ഇങ്ങോട്ട് കയറാനുള്ള മനസ്സ് എന്ന് വെച്ചാൽ നല്ല ചെളിയും കാര്യങ്ങളും. ഈ റോഡാണ് വരാനുള്ളത്. അവിടെ റോഡ് താഴ്ന്നു പോയി. അപ്പം നല്ല ചെളിയും ഇതൊക്കെ ഉണ്ട്. വണ്ടി താഴ്ന്നു പോകുന്നുണ്ട് ഇടയ്ക്ക് പല ഭാഗങ്ങളിലും.
അവിടെ കയറി പണിയിട്ടില്ല. എന്തായാലും നല്ല അടിപൊളി റൂട്ടാണ് അതിനോണ്ണ. സൂപ്പർ. നാന പിടിച്ചില്ലെങ്കിൽ അങ്ങ് എത്താം. കുറച്ച് തന്നെ കാണണം. എന്നാ വേറെ ഒന്നും ചെയ്യില്ലെങ്കിൽ അങ്ങ് എത്തും. എന്തായാലും കയറി വന്ന് പോവുകയാണ് എന്തായാലും. സമയം വേണ്ട, സമയം 5:30 ആയിട്ടുള്ളൂ. 5:40 ആയിട്ടുണ്ട്. വേണ്ട, പക്ഷെ നല്ല ഇരുട്ടുണ്ട്. വനത്തിനകത്തോട്ട് കയറും തോറും ഇരുട്ടാണ്. ഇപ്പോൾ വേറെ വാഹനങ്ങളൊന്നുമില്ല. നമ്മളെ ഈ പോണ റൂട്ടിൽ നമ്മൾ ഈ 3 ബൈക്കുകൾ മാത്രമേ ഉള്ളൂ. നമ്മളെ ഈ 6 പേരേ ഉള്ളൂ. അപ്പോൾ അവിടെ നിന്ന് ഇപ്പോൾ അച്ചൻകോവിലിൽ നിന്ന് ഇങ്ങോട്ടാണ് ഇപ്പോൾ വണ്ടി വന്നത്. അപ്പോൾ നമ്മൾ പോണ റൂട്ടിലോട്ട് ഇപ്പോൾ ആരുമില്ല, നമ്മൾ മാത്രം പോവുകയാണ്. പക്ഷേ ഈ സമയത്ത് ഇതിലെ കൂടെ ആരും യാത്ര ചെയ്യാറില്ല. ഈ സമയത്ത് കഴിവതും ഉച്ചയ്ക്ക് മുമ്പേ യാത്ര ചെയ്ത് എല്ലാവരും വേണം. എന്ന് വെച്ചാൽ പകല് പോലും അത്രയും ഡേഞ്ചറായിട്ടുള്ള ഒരു റൂട്ടാണ്. വളവൊക്കെ നമ്മൾ നോക്കി, എന്ന് വെച്ചാൽ വളവിലാണ് എപ്പോഴും ആന നമ്മൾ കണ്ടിട്ടുള്ളത്. പല ഭാഗങ്ങളിൽ പോകുമ്പോഴും ആനയെ കണ്ടിട്ടുള്ളത്. നമ്മൾ വളവൊക്കെ തന്നെ നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് നോക്കി വളരെ സ്ലോ ചെയ്താണ് നമ്മൾ പോണത്. അപ്പം നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ സത്യം പറഞ്ഞാൽ ഈ സമയത്ത് ഇങ്ങോട്ട് വരല് എന്നാണ്. എന്നിട്ട് നമുക്കും അത്യാവശ്യം പേടി വന്ന് തുടങ്ങിയിട്ടുണ്ട്. അകത്തോട്ട് പോകും തോറും. എന്നാലും നമ്മൾ മുമ്പ് ഒരു യാത്ര ചെയ്ത എക്സ്പീരിയൻസ് വെച്ചാണ് നമ്മൾ പോകുന്നത്. അപ്പം ഓരോ വളവ് കഴിയുന്തോറും എന്തെന്ന് പറയാം, ഓരോ വളവിലും നമുക്ക് ചെറിയ പേടികളുണ്ട്. അപ്പം ഇതിനകത്ത് ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്. അതാണ് ഇതിന് മെയിൻ പ്രത്യേകത അല്ലടാ. ഒരുപാട് ക്ഷേത്രങ്ങളും കാവുകളും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് വീടുകളും ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഫോറസ്റ്റ് ഗാർഡ് അവരൊക്കെ താമസിക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ പോകുന്ന റൂട്ടിൽ ഒരു ഓട്ടോ കണ്ടിട്ടുണ്ട്. നമ്മളിനി നേരെ ഒരു ഓട്ടോ കണ്ടിട്ടുണ്ട്. ഒരു ഓട്ടോ ഇതുപോലെ പോകുന്ന വഴി ഇതുപോലെയൊക്കെ റോഡിൽ കൂടെയൊക്കെ വെള്ളം പോകുന്നുണ്ട്. എന്തായാലും നമ്മൾ പോകുന്ന റൂട്ടിൽ ഒരു ഓട്ടോ കണ്ടിട്ടുണ്ട്. ഇനി നമ്മൾ അതിൻ്റെ പിറകെ പോവുകയാണ്. ഒരാശ്വാസം എല്ലടാ. ഒരു ആട്ടോ ഉണ്ടോ, ഒരു സമാധാനമായിട്ടുണ്ടോ? ഒരു ഓട്ടോ കണ്ട് ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്നപ്പോൾ നമ്മളത് ഓട്ടോക്കാർ നമ്മുടെ കയറി പോകാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓപ്പോസിറ്റ് അച്ചൻകോവിലിൽ നിന്നൊരു വാഹനം ഇപ്പം വന്നപ്പോൾ ആന ഉണ്ട്, നോക്കി പോകാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം അവർ നമ്മുടെ പറഞ്ഞിട്ടാണ് പോയത്. ആന ഉണ്ട്, നോക്കി പോകണമെന്ന്. അല്ലടാ, ആന ഉണ്ടെന്ന് നോക്കി പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അച്ചൻകോവിലിൽ നിന്നാണ് ഇപ്പം ഇങ്ങോട്ട് വണ്ടി വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് പത്തനംതിട്ടയിൽ നിന്ന് അങ്ങോട്ടേക്ക് വാഹനങ്ങളൊന്നും പോകുന്നില്ല. നമ്മൾ 3 വണ്ടി മാത്രമേ പോകുന്നുള്ളൂ. ഇപ്പോൾ ഒരു ഓട്ടോ നമ്മളവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുണ്ട് നമ്മുടെ പിറകെ. അവരെത്രത്തോളം ദൂരോട്ട് വരുമെന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ എന്താ വീണ്ടും വേണ്ട ഓരോ ഭാഗത്തിൽ നമ്മൾ റോഡൊക്കെ തകർന്ന്. പക്ഷേ ഇത് ഒരുപാട് വാഹനങ്ങൾ പോകുന്ന റൂട്ടല്ല. ഇതുവഴി പത്തനംതിട്ടയിൽ നിന്ന് അച്ചൻകോവിലേക്കും അമ്പലത്തിലേക്കൊക്കെ പോകുന്ന ഒരു റൂട്ടായിരുന്നു. അതിനെ പിന്നെ ടാർ ചെയ്ത് എടുത്തേക്കുന്നതാണ്. അല്ലാതെ പ്രത്യേകിച്ച് ഒരു വാഹന റൂട്ടല്ല ഇത്. 2 ഫോറസ്റ്റ് കാര്യങ്ങളൊക്കെ പോയതാണ്. അപ്പം എന്തായാലും ആന ഉള്ള ഒരു റിസ്കിൽ തന്നെ നമ്മൾ പോകുന്നത്. ആന നമ്മൾ ഫ്രണ്ടിൽ കാണും എന്നുള്ളൊരു ഇതിൽ തന്നെ നമ്മൾ പോകുന്നത്. അപ്പം ഇവിടെ വന്നാലും നമ്മളെന്താ പറയുക, ഈ റോഡിൽ കൂടെ പാസ് ചെയ്ത് പോവുക. വാഹനത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് താഴേക്കും അങ്ങനെ കാടിനകത്തേക്കൊന്നും പോകരുത്. കൂടുതൽ ഇതിനകത്ത് സ്റ്റേ ചെയ്യാൻ നിൽക്കരുത്. പെട്ടെന്ന് ഈ റൂട്ട് ഇങ്ങനെ ക്ലിയർ ചെയ്ത് പെട്ടെന്ന് പൊയ്ക്കോളണം. പെട്ടെന്ന് നമ്മുടെ അടുത്ത സ്ഥലത്ത്, അതായത് ഇനി അച്ചൻകോവിലാണ് മെയിൻ ഒരു സ്പോട്ട് വരുന്നത്. അപ്പം എന്താണ് നമ്മൾ നമ്മളല്ലേ 5:45 ടൈമായെങ്കിൽ നേരത്തെ കാടിനകത്തൂടെ കയറുമ്പോൾ ഇരുട്ട് വീണത്. അപ്പോൾ ഒരു കുന്നിൻ്റെ മുകളിലെത്തി പോയി റോഡ്. അപ്പോൾ കണ്ട കുറച്ച് നല്ല വെട്ടം കണ്ട 4 സൈഡിലും കാട്. ഒരു റോഡ് മാത്രം അതിനകത്ത് നടുക്കൂടെ അല്ലടാ. ഒരു കാടിനകത്തൂടെ ഒരു റോഡ് മാത്രം. അപ്പോൾ നല്ല രസമുണ്ട്. നല്ല ഫീലും കാര്യങ്ങളുണ്ട്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഒരു പേടിയുണ്ട്. ആനയുടെ പേടിയുള്ളതുകൊണ്ട് ഒരു പേടിയുണ്ട്. ഇത് നല്ല രസമുണ്ട്. നല്ല തണുത്ത കാറ്റാണ് ഇതിനകത്തൂടെ. നല്ല തണുപ്പെന്ന് പറഞ്ഞാൽ നല്ല തണുപ്പുണ്ട്. ഒരു വാഗമൺ മൂന്നാറിക്കുന്ന ഒരു ഫീലുണ്ട്. മഞ്ഞിൽ കോട ഇല്ലെങ്കിലും നല്ല തണുപ്പുണ്ടല്ലോ രാവിലെ. നമ്മളാണ്ട് ഇങ്ങനെ അകത്തോട്ട് പോകുന്നതോറും നമ്മൾ ഓരോ വളവും കണ്ടു. നമ്മൾ ഓരോ വളവും സൂക്ഷിച്ചാണ് കയറണം. ഇങ്ങനെയുള്ള വനത്തിനകത്ത് വരുമ്പോൾ നമ്മൾ വളവ് പെട്ടെന്ന് തിരിഞ്ഞ് കയറാൻ നിൽക്കരുത്.
ഇതുപോലെ നോക്കി നിൽക്കണം. എന്നുവെച്ചാൽ ഇവിടെ താഴെ ഒരു റിവർ ഉള്ളതുകൊണ്ട് തന്നെ ആന എന്തായാലും വെള്ളം കുടിക്കാൻ ഇറങ്ങുന്നൊരു സ്ഥലം ആയിരിക്കും മെയിനായിട്ട്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് മെയിനായിട്ട് നമ്മൾ ആനയെ കാണാറുള്ളത്. ഇപ്പം നമ്മൾ ഇങ്ങനെ ഓരോ വഴിയിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇരുട്ട് വീണ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഫ്രണ്ട് നേരത്തെ പറഞ്ഞതൊക്കെ അവർ അച്ചൻകോവിലേക്ക് പോവാണ് പത്തനംതിട്ടയിൽ നിന്ന്. ഓട്ടോ ഫ്രണ്ടേ ഉണ്ട്. അപ്പോൾ അതിൻ്റെ പിറകെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അവർ കുറേ ടീമുണ്ട് അതിനകത്ത് ഓട്ടോയ്ക്കകത്ത്. അപ്പം നമ്മളവരെ പിറകെ പോകുന്നുണ്ട്. അപ്പം ഇപ്പോൾ നമ്മളൊരു 3 ബൈക്കും 6 പേരും 6 അല്ല, ഒരു 10-12 പേര്, ഓട്ടോയിലൊരു 4-5 പേരുണ്ട്. എല്ലാവരും കൂടെ പോവുകയാണ് നമ്മൾ. അപ്പം അവർ നമ്മളെ കൂടെ കയറ്റി വിടുകയാണ്. സംഭവം എല്ലാവർക്കും പേടിയുണ്ടെന്ന് തോന്നുന്നു. നമ്മളെ കയറ്റി വിടുകയാണ്. എല്ലാവരും അവർ ഓട്ടോ നമ്മളെ ഫ്രണ്ടൊക്കെ പോവാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് കണ്ടറിയാം അങ്ങോട്ട് പോകുമ്പോൾ. അതാണ് ഇനി നമ്മളെന്ത് ഓക്കെ എന്തായാലും നമ്മൾ ഒരുമിച്ച് തന്നെയാണ് നമ്മൾ 6 പേരും പോകുന്നത്. ഫ്രണ്ടേ ഞാനും രാഹുലും ഉണ്ട്. അപ്പം ഇപ്പോഴാണ് ഓട്ടോയിൽ അവർ കാര്യം പറഞ്ഞത്. ശരിക്കും അവരച്ചൻകോവിൽ വരെ ഇല്ല അല്ലേ രാഹുല്? അവരച്ചൻകോവിൽ വരെ ഇല്ല, അപ്പുറം വരെ ഉള്ളു. ഇനി ഇവിടെ നിന്ന് വീണ്ടും 23 കിലോ. നമ്മളപ്പം ഏകദേശം 8 കിലോമീറ്ററാണ് ഇത്രയും നേരമായിട്ട് വണ്ടി ഓടിച്ച് വന്നത്. റോഡ് മോശമായതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ നമുക്ക് വണ്ടി ഓടിച്ച് പോകാൻ പറ്റില്ല ഇതിൽ. അപ്പം നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ അവർ തന്നെ നമ്മളടുത്തടുത്ത് പറയുന്നുണ്ട്, ഒരുപാട് ലേറ്റായതിനകത്ത് നിൽക്കരുത്, പെട്ടെന്ന് ഇവിടെ നിന്ന് ഇറങ്ങിക്കൊള്ളണമെന്ന്, അച്ചൻകോവിൽ എത്തിക്കൊള്ളണമെന്ന്. അപ്പം നമ്മളെന്തായാലും പോവുകയാണ്. ഫോണിൽ റേഞ്ചും കാര്യങ്ങളൊന്നുമില്ല ഇവിടെ. നമ്മൾ നമ്മളകത്തേക്ക് പോകുന്തോറും ഇരുട്ടാണ്. പുറത്ത് നല്ല വെട്ടമുണ്ടെങ്കിലും ഇത് വനത്തിനകത്തായതുകൊണ്ട് നല്ല ഇരുട്ട് വീണ് നിൽക്കുകയാണ്. എന്തായാലും നമ്മൾ ഇനിയൊരു 23 കിലോമീറ്റർ നല്ല സമയമെടുക്കും. റോഡ് ഇങ്ങനെ ആയതുകൊണ്ട് നല്ല സമയമെടുത്ത് നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ വേഗത്തിൽ പോകാൻ പറ്റുമെങ്കിൽ വേഗത്തിൽ പോവാം. ഒരു ഓണടിച്ച് ഞാൻ പറഞ്ഞില്ലേ, പുറത്ത് നല്ല വെട്ടമുണ്ട്. എന്നാൽ ഇടയ്ക്ക് ഈ വനത്തിനകത്ത് മരങ്ങൾക്കിടയിൽ കയറുമ്പോഴാണ് നല്ല ഇരുട്ട് ഫീലാകുന്നത്. എന്തായാലും ഒരു 7 മണി ടൈമോടെ നമ്മൾ അച്ചൻകോവിൽ എത്തുമെന്നാണ് നമ്മളെ പ്രതീക്ഷ. വനത്തിനകത്തൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എങ്ങും അങ്ങനെ വലുതായിട്ട് നിർത്തുന്നില്ല, ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ വണ്ടിയിലൊക്കെ നല്ല രീതിയിൽ ഫ്യൂലൊക്കെ നിറച്ച് നമ്മൾ പത്തനംതിട്ടയിലുള്ള കോന്നിയിൽ നിന്ന് എത്തും മുമ്പേ നമ്മളൊരു പമ്പിൽ നിന്ന് ഫ്യൂലൊക്കെ നിറച്ച് അതാ നല്ല എന്താ പറയുക, എങ്ങോട്ട് നോക്കിയാൽ നല്ല സീനാണ്. നല്ല അടിപൊളി സീൻ നമുക്ക് കാണാം. നല്ല സൈഡിൽ നോക്കിയാൽ നല്ലൊരു വ്യൂ. നമ്മൾ ഒരുപാട് നേരം വ്യൂ മാത്രം നോക്കിയിരുന്ന് പോകാൻ പറ്റില്ല. അവിടെ ഇടയ്ക്ക് ഭാഗ്യത്തിന് ഇതുപോലെ വണ്ടികൾ വരുന്നുണ്ട്. ഇത് അച്ചൻകോവിലിൽ നിന്നൊക്കെ വരുന്ന വണ്ടിയാണ്. അച്ചൻകോവിൽ ക്ഷേത്രത്തിൽ നിന്ന് വന്ന് ഇവിടെ പത്തനംതിട്ടയിലേക്ക് വരുന്ന വണ്ടിയാണ്. അപ്പം നമ്മളെ പിറകെ ഒരു കാറ് വന്നായിരുന്നു. ആ കാറുകാരും പറഞ്ഞു ഇപ്പോൾ ഒന്നാടെന്താ മയിൽ നിൽക്കുന്നു, മയിൽ റോഡ് സൈഡിൽ നല്ലൊരു മയിൽ നിൽക്കുന്നുണ്ട്. അപ്പം പോകുന്ന വഴിക്ക് ആ കാറുകളിൽ അവരും പറഞ്ഞിട്ടുണ്ട്, പോകുന്ന വഴിക്ക് അവർ ആനയെ കണ്ടിട്ടുണ്ട്, സൂക്ഷിക്കുക. ഇവിടെ ഫോറസ്റ്റിൻ്റെ ഓഫീസാണ്, നല്ല കിടങ്ങ് കുഴിച്ചിട്ടിട്ടുണ്ട്. അപ്പം പോകുന്നുണ്ടോ അവിടെയൊക്കെ നല്ല മയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫോറസ്റ്റ് ഓഫീസാണ്, പക്ഷേ അതിൻ്റെ 4 ചുറ്റിനും അവർ കിടങ്ങ് കുഴിച്ചിട്ടിട്ടുള്ള ആന വന്യജീവനൊന്നും ഇറങ്ങാത്ത രീതിയിൽ. നമുക്ക് അവിടെ നിന്ന് ഇറങ്ങി വീഡിയോ എടുക്കാനുള്ള സമയമില്ല, നമ്മൾ പോവുകയാണ്. അപ്പോൾ ഈ പോകുന്ന റൂട്ടിൽ ആ കാറുകാർ പറഞ്ഞിപ്പം പോകുന്ന റൂട്ടിൽ ഏതോ ഒരു ഭാഗത്ത് ആന ഉണ്ട് എന്നാണ് പറഞ്ഞത്, സൂക്ഷിച്ച് പോവുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ആന റോഡ് സൈഡിലാണെങ്കിൽ നമുക്കിന്ന് പോകുന്ന കാര്യം വളരെ റിസ്ക് പിടിച്ച കാര്യമാണ്. എന്തായാലും നമുക്ക് പോവാം. ഓരോ വളവ് തിരിയുന്നത് നമ്മൾ സൂക്ഷിച്ച് പോവുകയാണ്.
ഇടയ്ക്ക് നമുക്ക് ആനയുടെ സ്മെല്ല് വരുന്നുണ്ട്. ആനച്ചൂരെന്നൊക്കെ പറയും. വനത്തിനകത്ത് പോയവർക്കാണെങ്കിൽ അറിയാൻ പറ്റും. ആനച്ചൂരുണ്ട്. ചെറിയ മഴ ചാറുന്നുണ്ട്. പല്ലി മിക്കവാറും മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ട്. എന്തായാലും നമ്മൾ വനത്തിൻ്റെ നടുക്ക് ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് എന്തായാലും അങ്ങോട്ടും പോകത്തില്ല, ഇങ്ങോട്ടും പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. എന്തായാലും അച്ചൻകോവിലേക്ക് തന്നെ വീണ്ടും പോവുകയാണ്. എന്തായാലും നല്ല നടുക്കെത്തിയിട്ടുണ്ട്. മഴ പെയ്താലും മഴ നനഞ്ഞ് പോകാനേ പറ്റുള്ളൂ ഇതിനകത്തൂടെ. അപ്പോൾ ഇവിടെ ചെറിയ ചതുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെയൊക്കെയാണ് ആന കൂടുതൽ ഇറങ്ങാൻ സാധ്യതയുള്ള സ്ഥലം. അപ്പോൾ നമ്മൾ പോകുന്ന വഴിയിലൊക്കെ നമുക്ക് ഒരുപാട് എന്താ പറയുക കിളികളുടെയും അതിൻ്റെ സൗണ്ട് നമുക്ക് കേൾക്കാം. അത് നമ്മളെ വലിയ ക്യാമറ ഇല്ല. അതിൽ പല ഭാഗത്തും നമ്മൾ പല മയിൽ, മലയെണ്ണ അങ്ങനെയുള്ള കുറേ ഇതിനെ കണ്ടു. അപ്പം പയ്യെ പോണേ. അപ്പോൾ ഇടയ്ക്ക് പോകുന്ന റൂട്ടിലൊക്കെ ഫോറസ്റ്റ് ഓഫീസ് ഉണ്ട് കേട്ടോ. അതുപോലെ അവിടെ ഒരു ഫോറസ്റ്റ് ഓഫീസ് കാണുന്നുണ്ട്. അപ്പം അവരെന്ത് പറയുമെന്ന് നമുക്കറിയത്തില്ല. നമ്മൾ ഈ സമയത്തൂടെ ഇതിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. തിരിച്ച് വിടാൻ ചാൻസ് കുറവാണ്. എന്തായാലും നമ്മളിനി തിരിച്ചു വിടാൻ ചാൻസ് കുറവാണ്. എന്നാലും തിരിച്ചു പോകാനും എങ്ങനെ പോയാലും 10-12 കിലോമീറ്റർ ഉണ്ട്. അങ്ങോട്ട് പോകാൻ 23. എന്തായാലും നമ്മൾ നേരെ അച്ചൻകോവിലേക്ക് തന്നെ പോവുകയാണ്. ഇവിടെയൊക്കെ നല്ല രസമുണ്ട്. അതാണ് ഇവിടെ നിന്ന് ഇറങ്ങി നിന്ന് ഫോട്ടോസും വീഡിയോസും ഒന്നും എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ട് തന്നെ പോവുകയാണ്. ഇവിടെ ഒരു ഫോറസ്റ്റ് ഓഫീസുണ്ട്. അല്ല, എല്ലാ ഫോറസ്റ്റ് ഓഫീസായാലും എന്തായാലും അതിൻ്റെ 4 ചുറ്റിനും അവർ നല്ല രീതിയിൽ കുഴിയെടുത്ത് കിടങ്ങ് കുഴിച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ ആന അപ്പോൾ നമുക്ക് മനസ്സിലാക്കിയല്ലോ ആന ഇവിടെ ഉണ്ട്. ആന എന്തായാലും ഇവിടെ ഇറങ്ങുന്നത്. എന്തായാലും 2-3 പേര് നമ്മൾ ഓപ്പോസിറ്റ് വന്ന 3 പേര് 2 വാഹനങ്ങൾ നമ്മളത് പറഞ്ഞ് ആന ഉണ്ട് എന്ന് തന്നെ, ആനയെ കണ്ട് സൂക്ഷിച്ച് പോവുക എന്നത്. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാൽ ആനയെ കാണല്ലേ എന്നുള്ള പ്രാർത്ഥനയോടെയാണ് ഞാൻ പോകുന്നത്. സംഭവം വേറൊന്നും കൊണ്ടല്ല, ആനയെ നമ്മൾ ഈ റോഡിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു പോകാനോ അങ്ങോട്ട് പോകാനോ ഒരു വഴിയില്ല. ആനയെ കണ്ടു കഴിഞ്ഞാൽ വളരെ റിസ്ക്കുള്ള ഒരു പാതയാണ്. അതുകൊണ്ട് ആനയെ കാണല്ലേ ഉള്ള ഒരു പ്രാർത്ഥനയോടെയാണ് മുമ്പോട്ട് പോകുന്നത്. നമ്മൾ പോകുന്തോറും കാടിൻ്റെ എന്താ പറയുക ഭയാനകമായത് വരുന്നുണ്ട്. ഒരു ഉൾക്കാട്ടിനകത്തൂടെ പോവുകയാണ്. ഇനി നമുക്ക് വനം കാണാൻ പറ്റാത്ത ഇതായിരുന്നു. ഇരുട്ട് വീണ് തുടങ്ങിയിട്ടുണ്ട്. വണ്ടിയുടെ വെട്ടത്തിൽ മാത്രമേ റോഡ് കാണാൻ പറ്റുന്നുള്ളൂ. എന്തായാലും നമ്മൾ യാത്ര മുന്നോട്ട് തന്നെ പോവുകയാണ്. അതായത് നമ്മൾ ഇനി വേറൊരു ദിവസം പകൽ എന്തായാലും ഇതിൽ ഒരു രാവിലെ എന്തായാലും വരുന്നുണ്ട്. എത്ര 6:30 കഴിഞ്ഞിട്ടുണ്ട്. നല്ല ഇരുട്ട് വീണിട്ടുണ്ട്. പല ഭാഗങ്ങളിലും നമുക്ക് ആനയുടെ ഒരു എന്താ പറയുക സ്മെല്ലും, നമുക്ക് ഈ വനത്തിനകത്ത് ആന ചുമല മരങ്ങളൊക്കെ ചവിട്ടിയൊടിക്കുന്ന സൗണ്ടൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട് പല ഭാഗങ്ങളിലും. അവിടെ നമ്മൾ ഇറങ്ങി വീഡിയോ ഒന്നും എടുക്കാൻ നിന്നിട്ടില്ല. നമ്മൾ റോഡിൽ കൂടെ തന്നെ ഇങ്ങനെ പോവുകയാണ്. എന്നുവെച്ചാൽ അത്രയ്ക്ക് റിസ്ക് പിടിച്ച ഒരു റൂട്ട് തന്നെയാണ്. 6 പേരും അത്യാവശ്യം പേടിയോടെ തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്. ഇനിയും ഉണ്ട് നമുക്കൊരു 10-15 കിലോമീറ്ററോളം യാത്ര ചെയ്യാൻ ഈ വനത്തിനകത്തൂടെ തന്നെ. നമുക്ക് പുറത്ത് കണ്ട നമുക്ക് ആകാശം കാണുമ്പോൾ അറിയാം പുറത്ത് വലിയ ഇരുട്ടായിട്ടില്ല. പക്ഷേ ഇതിനകത്ത് വനത്തിനകത്ത് മരങ്ങൾ ഒരുപാട് ഇടതൂർന്ന് നിൽക്കുന്നത് തന്നെ നല്ല ഇരുട്ട് ഇതിനകത്തുണ്ട്. 8 മണി 9 മണി ഒരു ഫീലുണ്ട് ഇതിനകത്ത്. ഒരു വീടോ ഒന്നും ഇതിനകത്തില്ല. നമ്മൾ ആ നേരത്തെ കണ്ട ഭാഗങ്ങളിൽ കുറച്ച് ഫോറസ്റ്റ് ഓഫീസുകളും കാര്യങ്ങളേ ഉള്ളൂ. പിന്നെ ഇതിനകത്തേക്ക് ഇനി യാതൊരു വീടോ മനുഷ്യ സാന്നിധ്യം ഒന്നുമില്ലാത്ത സ്ഥലമാണ്. മനുഷ്യർ താമസമില്ലാത്തൊരു സ്ഥലമാണ്. വനത്തിനകത്തൂടെ നമ്മൾ പോയത്. നമ്മൾ അതുവഴി എന്തെന്ന് പറയുക ആ ക്ഷേത്രത്തിൽ വന്നിട്ട്
നേരെ അച്ചൻകോവിലേക്ക് വരാനുള്ളത് കൊണ്ടും ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഈ റൂട്ട് വന്ന് ഒരു പരിചയം ഉള്ളത് കൊണ്ടുമാണ് നമ്മൾ ഈ രാത്രി ഇതിനകത്തൂടെ ഇപ്പം യാത്ര ചെയ്തേക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഇതിനകത്തൂടെ രാത്രി യാത്ര ചെയ്യാൻ പാടില്ലാത്തൊരു സ്ഥലമാണ്. അത്രയ്ക്ക് ഡേഞ്ചറായിട്ടുള്ള സ്ഥലമാണ്. ഇവിടെ ചെറിയൊരു ഇത് കാണുന്നുണ്ട്. എനിക്കൊന്ന് ഫോറസ്റ്റ് ഗാർഡുകളൊക്കെ കിടക്കുന്നൊരു സ്ഥലമാണെന്ന് തോന്നുന്നു. അപ്പോൾ റോഡൊക്കെ ഇങ്ങനെയാണ്, നല്ല ഓഫ് റോഡിങ് ആണ്, ഫുള്ള് ഓഫ് റോഡാണ്. ഇടയ്ക്ക് കുറച്ച് ടാറുണ്ടെങ്കിലും അതൊക്കെ പൊളിഞ്ഞു പോയിട്ടുണ്ട്. കൂടുതലും ഓഫ് റോഡിങ് ആണ് ഇതിനകത്തൂടെയുള്ള യാത്ര എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ കാടും ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഒരു റോഡിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇനി വീണ്ടും ഇതാണ് നമ്മൾ മെയിനായിട്ടുള്ള റൂട്ട് ഇതാണ്. നമ്മളെ പുനലൂരെന്ന് അലിമുക്ക് വഴി അച്ചൻകോവിലേക്ക് വരുന്ന റൂട്ടാണിത്. അപ്പോൾ ഈ റൂട്ടിലോട്ടും അത്യാവശ്യം ആനയും കാര്യങ്ങളുണ്ട്. പക്ഷേ നമ്മൾ നേരത്തെ പത്തനംതിട്ട റാന്നിന്ന് വന്നില്ലേ, അത്ര റിസ്ക് ഇല്ല. എങ്കിലും അത്യാവശ്യം ആനയും ഇതൊക്കെ ഇറങ്ങുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ പോകുന്ന റൂട്ടും. അതാണ് നമ്മൾ മെയിനായിട്ട് വരുന്ന റൂട്ട്, പുനലൂരെന്ന് അലിമുക്ക് വഴി അച്ചൻകോവിലേക്ക് പോകുന്ന റൂട്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു ഭാഗത്താണ് നമ്മളിപ്പോൾ വന്ന് കയറിയേക്കുന്നത്. റാന്നിയിൽ നിന്ന് നേരെ ഇവിടെ അച്ചൻകോവിലേക്ക് വരുന്നത്. ഇവിടെ നിന്ന് ഇനി ഒരു 10-12 കിലോമീറ്ററോളം അച്ചൻകോവിലേക്കുണ്ട്. അപ്പോൾ ഈ പോകുന്ന റൂട്ടിലും ആനയും കാര്യങ്ങളുണ്ട്. പക്ഷേ ഈ റൂട്ടിൽ ആൾ താമസമുള്ള ഏരിയയാണ്, അതുകൊണ്ട് വലിയ റിസ്ക് ഇല്ല. എങ്കിലും സൂക്ഷിച്ച് പോവുക ഈ റൂട്ടിൽ വന്നാലും. അങ്ങനെ 2.5 മണിക്കൂർ അത് കാടിനകത്തോടുള്ള യാത്ര അച്ചൻകോവിൽ എത്തിയിട്ടുണ്ട്. രാത്രിയായിട്ടുണ്ട്. ഇപ്പം ശബരിമല സീസൺ ആയതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ നല്ല ആക്റ്റീവായി. അപ്പം ഉത്സവത്തിൻ്റെ സമയമൊക്കെ ഇണങ്ങി ഇവിടെ അച്ചൻകോവിൽ ക്ഷേത്രത്തിൽ ഡിസംബർ സമയത്താണ്. എന്തായാലും നമ്മളിതിലെ കൂടെ നടന്ന് ഇനിയൊരു എനിക്ക് തോന്നുന്നു വീണ്ടും ഒരു 1.5 മണിക്കൂറത്തെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ തെങ്കാശിയിലെത്തും. അപ്പം ഇതാണ് അച്ചൻകോവിലുള്ള കാഴ്ചകളും. ഇപ്പം 2.5 മണിക്കൂർ കാടിനകത്തൂടെ യാത്ര ചെയ്ത് നമ്മളങ്ങനെ അച്ചൻകോവിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നേരെ വന്ന് ഇനിയൊരു ചായയെ കുടിച്ചിട്ട് ഇവിടെ നിന്ന് വീണ്ടും അടുത്ത യാത്രയിലേക്ക് പോവുകയാണ്. ഇപ്പോൾ അച്ചൻകോവിൽ ഞാൻ ഇപ്പോൾ ഒരു 7-8 കൊല്ലമായിട്ട് കണ്ടിന്യൂ വന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. എന്ന് വെച്ചാൽ എനിക്ക് ഒരു 7-8 കൊല്ലം മുമ്പ് ഇവിടെ വെച്ചൊരു ക്യാമ്പ് ഉണ്ടായിരുന്നു. ട്രിവാൻഡ്രത്തുള്ള ആഡംസ് എന്ന് പറയുന്ന ഒരു അഡ്വഞ്ചർ ടീമാണ് നമ്മൾ ആ ക്യാമ്പിനെ ഇവിടെ കൊണ്ടുവന്നിരുന്നത്. അന്ന് നമ്മളിവിടെ വന്നപ്പോൾ അറിയാൻ കഴിഞ്ഞ കാര്യമുണ്ട്. ഇവിടെ നമ്മൾ അച്ചൻകോവിൽ എന്ന് കേൾക്കുമ്പോൾ ആദ്യം നമുക്ക് അറിയാൻ പറ്റുന്ന പറഞ്ഞാൽ ഈ ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിനൊരു പ്രത്യേകത ഉണ്ട്. രാത്രി നട അടച്ചു കഴിഞ്ഞാലും പിന്നെ ഏത് രാത്രിയായാലും ഇവിടെ നട തുറക്കും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാമ്പ് കടിയേറ്റ് ആര് വന്നാലും ഇവിടുത്തെ നട തുറന്ന് ഇവിടെ ഒരു പ്രത്യേകതരം മരുന്നുണ്ട്. ആ മരുന്ന് പാമ്പ് കടിയേറ്റ ആളിന് കൊടുക്കും. അപ്പം അപകടനില തരണം ചെയ്യുമെന്നാണ് ഇവിടെയുള്ള വിശ്വാസം എന്നൊക്കെയാണ് നമ്മളിവിടെ വന്നപ്പോൾ ഉള്ള സമയത്ത് കേൾക്കാൻ കഴിഞ്ഞത്. അപ്പോൾ അത്രയ്ക്ക് ഫേമസ് ആയിട്ടുള്ളൊരു ക്ഷേത്രം കൂടിയാണ് ഈ അച്ചൻകോവിലുള്ള ഈ ക്ഷേത്രം. ഇപ്പോൾ ഡിസംബർ മാസത്തിലാണ് ഇവിടുത്തെ ഉത്സവമൊക്കെ വരുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഇപ്പോൾ ഒരുപാട് കടകളൊക്കെ ആക്റ്റീവ് ആയിട്ടുണ്ട്, ഒരുപാട് ലൈറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഉത്സവത്തിന് വേണ്ടി അവർ തയ്യാറെടുപ്പിലാണ് ഇവിടുത്തെ നാട്ടുകാരും എല്ലാവരും. അപ്പം നിങ്ങൾ വന്ന് കാണേണ്ട ഒരു സ്ഥലം കൂടിയാണ് ഈ അച്ചൻകോവിൽ. അപ്പോൾ അച്ചൻകോവിലത്തുള്ള യാത്ര നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മളെല്ലാവരും നൈറ്റ് റൈഡ് അത് കിട്ടുമെന്തോ കിട്ടൂല അകത്തൂടെയുള്ള യാത്ര കിട്ടുമെന്തോ. തെങ്കാശിയിലേക്ക് പോകുന്ന യാത്ര എനിക്ക് തോന്നുന്നില്ല, കിട്ടൂല രാത്രി ആയതുകൊണ്ട്. ഇനി നമ്മൾ ഇവിടെ നിന്ന് നേരെ തെങ്കാശിയിലേക്ക് പോയി അവിടെ നേരെ ട്രിവാൻഡ്രത്തേക്ക് പോവുകയാണ്. നമ്മൾ എല്ലാവരും കൂടെ ഇനി ഇവിടെ നിന്ന് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പം ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.